RSS ആണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ മയക്കും പിടിച്ച് ജണ്ടേവാലയിലും പോയി നിൽക്കുമായിരുന്നു നാഗ്പൂരിൽ ഇല്ലെങ്കിൽ. പക്ഷേ ഇത്തവണ RSSന്റെ പ്രതികരണം ഏതെങ്കിലും മാധ്യമങ്ങളിൽ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. അപഗ്രഥിക്കാൻ കഴിയാത്ത ഒരു നിശബ്ദത RSSലുണ്ടതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ BJP RSSന്റെ സഹായം ഇല്ലാതെയാണോ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇത്തവണ? അല്ല നികേഷേ, JP നദ്ദ എന്താണോ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും നമ്മുടെ കുറേ മാധ്യമപ്രവർത്തകർക്ക് ഇല്ലാതെ പോയി. RSSന്റെ കുടുംബത്തിൽ തന്നെയാണ്. ഞാൻ വിശദീകരിക്കാം, തിരക്ക് പിടിക്കല്ലേ. RSSന്റെ കുടുംബം, RSS കുടുംബത്തിൽ തന്നെയാണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങളുടെയൊക്കെ റൂട്ടുകൾ, BJPക്കാരൻ്റെ റൂട്ടുകൾ RSSൽ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. RSS ഒരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്. അതാണ് അതിൻ്റെ പ്രഖ്യാപിത നിലപാട്. അതിനനുസരിച്ചാണ് അത് പ്രവർത്തിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പണ്ട് BJPക്ക് വേണ്ടത്ര ശക്തിയില്ലാത്ത കാലഘട്ടത്തിൽ BJPയെ സഹായിച്ചിട്ടുണ്ട് RSS. ഇരുമെയ്യും മറന്ന് സഹായിച്ചിട്ടുണ്ട്. ഇന്ന് BJPക്ക് സ്വന്തം കാലിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് RSS അതിൻ്റെ പ്രവർത്തനം നടത്തിക്കോട്ടെ. BJPക്ക് അത്രമാത്രം സഹായം, ഇന്നലകളിൽ ചെയ്തതുപോലുള്ള സഹായം RSSൽ നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ആവശ്യം വരില്ല. അതില്ലാതെ തന്നെ BJPക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതിനർത്ഥം RSSനെ തള്ളിപ്പറയുകയാണെന്നാണോ? RSSൽ നിന്ന് വന്ന ആളാണ് നദ്ദ, നരേന്ദ്രമോദി, ഇവരൊക്കെ തന്നെ. RSSകാരനാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് അവരൊക്കെ തന്നെ. RSSന്റെ പ്രവർത്തകര് ദൈനംദിനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉണ്ടായില്ലെങ്കിലും BJPക്ക് വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം, അത് BJP വളർന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് നദ്ദ വിശദീകരിച്ചത്. അതിന് വേറൊരു അർത്ഥവുമില്ല. ഇന്നും RSSും BJPയും ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പലതുമുണ്ട്, ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് RSSനെ BJPയും അകറ്റാം, അതിനു വേണ്ടിയിട്ടാണ് നദ്ദ പ്രസ്താവന നടത്തിയത് എന്നുള്ള ഒരു വക്രീകരണം ഉണ്ട്. അതൊന്നും ഈ നാട്ടിൽ വേണ്ട പോകുന്നില്ല. RSSകാരെയോ BJPയോ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല.